തുർക്കിയിലാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ തേൻ അഥവാ ഹണിയുള്ളത്. 1800ഓളം മീറ്റർ താഴെയുള്ള ഒരു വലിയ ഗുഹയിൽ നിന്നാണ് ഈ ഹണി അവര് കളക്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര വിലയുമാണ്. $7000 വരും ഒരു kgക്ക്. അത് ഇന്ത്യൻ റുപ്പിയായിട്ട് വരുമ്പോൾ 6,50,000 രൂപ വരും. ഇത്രയും വില കൂടിയ തേൻ മുതൽ നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ ലഭിക്കുന്ന 150 രൂപ മുതൽ 350 രൂപ വരെയുള്ള ഹണിയാണ് ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിലും വിൽക്കപ്പെടുന്നത്. എല്ലാവരും റീപാക്ക് ചെയ്യുന്നതാണ്. ഹണി വല്ലാത്തൊരു ഔഷധമാണ്. ഒരുപാട് മരുന്നുകളിലും ഭക്ഷണ പദാർത്ഥങ്ങളിലെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹണി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് അത് കാണാത്തൊരു സംഭവം. ഈ ഹണിക്ക് വേണ്ടി തന്നെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അതിന്റെ ഔഷധ ഗുണവും അതിന്റെ വാണിജ്യ ഗുണവും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും. അത് നമുക്കൊന്ന് റീപാക്ക് ചെയ്താൽ നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും. ഹോൾസെയിലായിട്ട് വാങ്ങുന്ന ഇതുപോലെ കാണുന്ന ഗ്ലാസ് ബോട്ടിലോ പെറ്റ് ബോട്ടിലോ ഒക്കെ നിറക്കുക, നമ്മുടേതായ സ്റ്റിക്കർ ഒട്ടിക്കുക. ഇതുപോലെയുള്ള സ്റ്റിക്കർ റൗണ്ട് ഷേപ്പായിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിക്കുക, അല്ലെങ്കിൽ റോൾ ഫോം സ്റ്റിക്കർ ഒട്ടിക്കുക. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള സ്റ്റിക്കർ ഒട്ടിക്കുക, നമ്മുടെ പേരെല്ലാം കൊടുത്ത് നല്ലൊരു സ്റ്റിക്കറോ അല്ലെങ്കിൽ ഷ്രിങ്ക് ലേബലോ കൊടുക്കുക, മാർക്കറ്റ് ചെയ്യുക. അത്രയ്ക്ക് സിമ്പിളാണ് ഹണിയുടെ റീപാക്കിംഗ് എന്ന് പറയുന്നത്. നിരവധി ആളുകൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ചെയ്യാനുള്ള അവസരമാണ്. നല്ല കണ്ടെയ്നർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എയർ ടൈറ്റ് ക്യാപ്പ് ഉപയോഗിക്കുക. വേണമെങ്കിൽ ക്യാപ്പിന് ഒരു സീൽ കൊടുക്കുക. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ട്, പെറ്റ് ബോട്ടിൽസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്. ഗ്ലാസ് ബോട്ടിൽ തന്നെ പാക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഷ്രിങ്ക് ലേബൽ ചെയ്യാം. 5000 ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ ഷ്രിങ്ക് ലേബൽ, ഡിജിറ്റൽ ഷ്രിങ്ക് ലേബൽ ചെയ്ത് 5 ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റും. തുടക്കക്കാർക്ക് ഒരു ഷ്രിങ്ക് ലേബൽ പറ്റില്ല. അവർക്ക് ഗ്ലാസ് ബോട്ടിൽ നല്ലത് നോക്കി വാങ്ങാം. എന്നിട്ട് അത് ഹണി വാങ്ങാം. ഹണി ഹോൾസെയിൽ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഹോൾസെയിൽ വാങ്ങാം. അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് ഇത് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. തുടക്കക്കാർക്ക് അത് പറ്റില്ലല്ലോ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാം, അത് റീപാക്ക് ചെയ്യുക. നമ്മളൊരു FSSAI രജിസ്ട്രേഷൻ എടുക്കുക. പിന്നെ അതിൻ്റെ നല്ല അത്യാവശ്യം സ്റ്റിക്കർ ചെയ്യുക, ഹണി പാക്ക് ചെയ്യുക. നമുക്ക് മാർക്കറ്റിൽ വിറ്റ് നോക്കാം എന്നുള്ളത്. കുറച്ച് ക്വാണ്ടിറ്റി ആദ്യം വാങ്ങിച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചിലവാകുന്ന പാക്കിംഗ് മെറ്റീരിയലിൻ്റെയും സ്റ്റിക്കറിൻ്റെയും ഹണിയുടെയും കോസ്റ്റ് കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞത് 30% മാർജിൻ ഇട്ട് വിൽക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് ഓൺലൈനിൽ വിൽക്കാം, ഷോപ്പുകളിൽ വിൽക്കാം, ട്രേഡ് ഷോയിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ടേബിളിൽ നിരത്തി വെച്ച് നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് വെക്കാം. നിരവധി സാധ്യതകളാണ്. ആ സാധ്യത നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവസരങ്ങളുണ്ട്, പക്ഷേ അതനുസരിച്ച് വെല്ലുവിളികളുണ്ട്. വീഡിയോ കണ്ടതുകൊണ്ടല്ല ഒരിക്കലും ബിസിനസ് ചെയ്യേണ്ടത്. അതിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് ആ മാർക്കറ്റിന് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. നന്ദി, നമസ്കാരം.